പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ നയതന്ത്ര നടപടികൾ കടുപ്പിച്ചതിന് പിന്നാലെ മറുപടിയുമായി പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങളുടെ പ്രവേശനം നിർത്തലാക്കി. വാഗ അതിർത്തി അടച്ചിടാനും ഷിംല കരാർ മറവിപ്പിക്കുവാനും തീരുമാനം. അതേസമയം സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയെ തള്ളിയ പാകിസ്ഥാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന യുദ്ധപ്രഖ്യാപനവും നടത്തി. ഇന്നലെ നടന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് തീരുമാനങ്ങൾ. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ ശക്തമാക്കിയതിനു പിന്നാലെ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾക്കായുള്ള വ്യോമാതിർത്തി അടച്ചിടും. അതിർത്തിയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഗതാഗതവും തടയുമെന്നും അഠാരി അതിർത്തി അടച്ച ഇന്ത്യക്ക് മറുപടിയായി വാഗ അതിർത്തി അടച്ച് ഇന്ത്യയുമായുള്ള വ്യാപാരബന്ധം നിർത്തലാക്കിയതായും അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്നും പിന്മാറാനും തീരുമാനമായി. സിഖ് തീർത്ഥാടകർ ഒഴികെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവെച്ചു. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും നിർദ്ദേശിച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ അംഗസംഖ്യ 30 കുറച്ചതിനു പിന്നാലെ ഹൈക്കമ്മീഷൻ ഉപദേഷ്ടാക്കളും ഉദ്യോഗസ്ഥരും ഏപ്രിൽ 30 മുൻപ് പാകിസ്ഥാൻ വിടണമെന്നും അറിയിച്ചു. അതേസമയം സുപ്രധാന സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയെ തള്ളിയ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഉടമ്പടി ഏകപക്ഷീയമായി നിർത്തിവെക്കുന്നതിനുള്ള വ്യവസ്ഥയില്ലെന്നും ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തേക്കുള്ള ജലപ്രവാഹം തടയാനുള്ള ശ്രമം എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും യുദ്ധപ്രഖ്യാപനം നടത്തി. ഇന്ത്യയിൽ നിന്ന് ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ സൈന്യം സജ്ജമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് പാകിസ്ഥാന്റെ നിർണായക തീരുമാനങ്ങൾ. അതേസമയം പാക് നാവികസേന അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണത്തിനും പാകിസ്ഥാൻ ശ്രമം തുടങ്ങിയതായാണ് വിവരം. അതേസമയം നദീജല ഉടമ്പടി മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്വമെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.